രാവിലെ തന്നെ നല്ല അടിപൊളി കല്യാണ വീട്ടിലെ മീൻകറിയും ചോറും കഴിച്ച് നേരെ റെഡിയായിട്ട് ജീപ്പിനെ കാണാനായിട്ട് ഇറങ്ങി. UK വന്നിട്ട് 1 ഇയർ ആവാറായി. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ജീപ്പിൻ്റെ അടുത്ത് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനായിട്ടേ ഉള്ളൂ. 9:15 അപ്പോയിൻമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മലയുടെ പൊക്കത്ത് കാണുന്നത് ആട്ടോ എന്നൊക്കെ പോകേണ്ട സ്ഥലം. പോകുന്ന വഴിക്ക് റോയൽ മെയിലിന്റെ വണ്ടി കണ്ടപ്പോഴാണ് ഓർത്തത് ഇന്ന് നമുക്കൊരു കൊറിയർ ഉണ്ടല്ലോ എന്ന്. പുള്ളിയാണോ കൊറിയർ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, കൊറിയർ വല്ലതും ഉണ്ടോ എന്ന്. പുള്ളിയെല്ലാം നമ്മുടെ വീടിന്റെ സൈഡിൽ കൊറിയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കറക്റ്റ് 9:15 ആവാറായപ്പോഴേക്കും ഞാൻ ജീപ്പിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ജീപ്പി ഇന്ന് സിക്ക് ലീവ് ആണെന്ന്. സംഭവം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായി കൊറിയർ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന്. ഈ കാണുന്ന റെഡ് കാർഡ് റോയൽ മെയിലിന്റെ ആട്ടോ. ഇന്നലെ അവർ കൊറിയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ വീട്ടിലില്ലാനും കൊണ്ട് ഇന്ന് അവർ ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മുടെ നാട്ടില് പോസ്റ്റ്മാൻ പോലെ ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ ഇവിടുത്തെ റോയൽ മെയില്. കിടക്കാന്ന് വിചാരിച്ച് ബെഡിലോട്ട് ഇടന്നെങ്കിലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. റീൽസും സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴാണ് കേട്ടോ അമ്മ വിളിച്ചത്. ഉറങ്ങാൻ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വന്നില്ല. റോയൽ മെയിലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു 12 മണി തൊട്ട് 5 മണിക്കുള്ളിൽ കൊറിയർ ചെയ്യുന്ന. എങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയിട്ട് ബെല്ലടിക്കണ കിട്ടില്ലെങ്കിലാ ധൈര്യം ഉണ്ട്. ഹോസ്പിറ്റലിലെ മൈക്രോ പോർ വെച്ചിട്ട് ഇങ്ങനെ ഒരു യൂസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇതാവുമ്പോൾ സമാധാനത്തോടെ എനിക്ക് കിടന്ന് ഉറങ്ങാം. ബെല്ലടിച്ചത് കേട്ടില്ലെങ്കിൽ ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ കൊറിയർ വെച്ചോളാനാട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഈ കൊറിയർ മിസ്സാവോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. 1 മന്ത് മുന്നേ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സാരിയാണേ വന്നിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒന്നും അല്ലായിരിക്കും. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ആയിക്കോട്ടോ ചോറ് കഴിക്കുന്നത്. ഇപ്പം ഈ കഴിക്കുന്നതാണ് കേട്ടോ എന്റെ ഡിന്നറും ലഞ്ചും എല്ലാം. നൈറ്റ് ഷിഫ്റ്റിന്റെ ടൈമിൽ ഉറക്കമാണ് മെയിൻ. നമ്മുടെ ലൈഫിൽ എല്ലാ സ്റ്റേജിലും ഒരു ഫ്രണ്ട് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഫ്രണ്ട് ആട്ടോ നവ്യ. എനിക്ക് നവ്യാജീനെ വിളിച്ച് കുറച്ച് നേരം കത്തിവെച്ച് ഫ്രഷ് ആയി. ഇന്ന് ഐശ്വര്യ ചേച്ചി നന്ദുചേട്ടനുള്ളതുകൊണ്ട് അവർക്ക് ഒരു ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തെടുത്ത് ഞാൻ ഇറങ്ങി കേട്ടോ. ചേച്ചി എന്റെ ചോറും കറി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു.